ഹലോ നമസ്കാരം. നിങ്ങൾക്കുള്ള ഒരു 3 കാർഡ് ടൈംലെസ് ടാരോ ഗൈഡൻസ് ആണ്. അപ്പോൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളൊരു ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ് എങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് കടന്നുപോയ വ്യക്തി ഒരിക്കലും നിങ്ങളുടെ ഡെസ്റ്റിനി പാർട്ട്ണർ അല്ല. അപ്പോൾ അവർ തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹം, ചിലർക്ക് അങ്ങനെ ഉണ്ടല്ലോ, അവർ എങ്ങനെയെങ്കിലും തിരിച്ചു വന്നാൽ മതി, അതായത് ഇതിനും നല്ലത് എനിക്ക് കിട്ടാനില്ല എന്നുള്ളൊരു തോന്നലാണ് നിങ്ങളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹം കണ്ടറിഞ്ഞ് നിങ്ങൾക്ക് തരുന്നൊരു വ്യക്തിയായിരിക്കും. അവരൊരിക്കലും നിങ്ങളെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ നന്മയെ കാണാനും നിങ്ങൾക്കൊരു ഗ്ലോ അപ്പാണ് അവരുടെ കൂടെ ആകുമ്പോൾ ഉണ്ടാകുക. ഈ ഒരു വ്യക്തിയുടെ കൂടെ ആയിരുന്നപ്പോൾ, നിങ്ങൾ ഈ ബ്രേക്കപ്പ് ആയിട്ടുള്ള വ്യക്തി അവരുടെ കൂടെ ആയിരുന്നപ്പോൾ നിങ്ങൾക്ക് ഗ്ലോ അപ്പ് ആണോ ഉണ്ടായത്, അതോ നിങ്ങൾ കൂടുതൽ ഇൻസെക്യൂർ ആകുകയാണോ ചെയ്തത്? ഒന്ന് ചിന്തിക്കൂ. കൂടുതൽ ഇൻസെക്യൂർ ആകുകയാണ് ചെയ്തതെങ്കിൽ ആ ഒരു ബന്ധം നല്ലതല്ല. നമ്മുടെ ഡെസ്റ്റിൻ പാർട്ട്ണറുടെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മൾ വളരെയധികം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഒരു വ്യക്തിഗത ജീവിതത്തിലായിട്ട് നമ്മൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തുന്നു, ഒരുപാട് വിജയങ്ങളും നേട്ടങ്ങളും കൈവരിക്കുന്നു. നമ്മളെ ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് ആത്മവിശ്വാസം കൂടുന്നു, നമ്മുടെ മനസ്സിന്റെ ധൈര്യം കൂടുന്നു, നമുക്ക് നമ്മുടെ എനർജി വളരെ അട്രാക്റ്റീവ് ആകുന്നു, നമ്മളൊരു ഹൈ വൈബ്രേഷണൽ എനർജിയിലേക്ക് എത്തുന്നു, നമുക്കൊരു ഗ്ലോ അപ്പ്, നമ്മുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിലൊക്കെ കാര്യമായൊരു മാറ്റം, പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകുന്നു. മനസ്സിലായോ? ഇതാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന റിലേഷൻഷിപ്പ്. നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അതായിരിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് നല്ലതാണ്, അതൊരു ആരോഗ്യപരമായിട്ടുള്ള ഒരു കണക്ഷനാണ്, നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ ആണ് എങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് മാറ്റം സംഭവിക്കുക. നേരെ മറിച്ചാണെങ്കിൽ അത് നല്ലൊരു ബന്ധമേ അല്ല, അല്ലെങ്കിൽ ഒരു മാറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ അതും ഒരു നല്ല ബന്ധമല്ല. മനസ്സിലായോ? അപ്പോൾ റിലേഷൻഷിപ്പിലാകുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ഇമോഷൻസ് കൂടുതൽ അതിൽ ഇൻവോൾവ് ആകും, നമ്മുടെ വികാരങ്ങൾ കൂടുതലാണ് അതിൽ ഇൻവെസ്റ്റഡ് ആകുക, അല്ലെ, അറ്റാച്ച്ഡ് ആകുകയാണ് ചെയ്യുക. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ കുറച്ച് ലോജിക്കലി ചിന്തിക്കേണ്ടതാണ്. ഇമോഷൻസ് മാത്രമാകരുത് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ, അവിടെ ലോജിക്കിനും സ്ഥാനമുണ്ട്. എന്നാൽ ടു മച്ച് ലോജിക് അല്ല പറയണേ, ഒരു പെർഫെക്റ്റ് ബാലൻസ്, 50% ലോജിക്കും 50% ഇമോഷൻസും മിക്സ് ചെയ്യുമ്പോഴാണ് ഒരു പെർഫെക്റ്റ് റിലേഷൻഷിപ്പ്, ഒരു പെർഫെക്റ്റ് പാർട്ട്ണറിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്.